നമസ്കാരം സുഹൃത്തുക്കളെ, ലാറവൽ മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിനു മുമ്പ് നമ്മൾ ലാറവലിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പഴയ വേർഷൻ ആയിരുന്നു. അതിനുശേഷം ലാറവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാറവലിൻ്റെ ഏറ്റവും പുതിയ വേർഷനായിട്ടുള്ള വേർഷൻ 11 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാറവൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതൊരു PHP ഫ്രെയിംവർക്കാണ്. ഒരുപക്ഷെ PHP ഡെഡായി എന്ന് തോന്നിയ ഒരു സമയത്ത് PHP ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ലാറവൽ എന്നുള്ളൊരു ഫ്രെയിംവർക്കാണ്. ഇതൊരു MVC ഫ്രെയിംവർക്കാണ്. MVC എന്ന് പറഞ്ഞാൽ അതിൽ 3 ഘടകങ്ങളാണുള്ളത്: മോഡൽസ്, വ്യൂസ്, കൺട്രോളേഴ്സ്. ഇതൊക്കെ ഞാൻ ഇതിന് മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല, എങ്കിലും റഫായിട്ടൊന്ന് പറയാം. ഈ MVC എന്ന് പറയുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. വലിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പാറ്റേൺ ഹെൽപ്ഫുൾ ആണ്. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് മോഡൽ, ദെൻ വ്യൂ, ദെൻ കൺട്രോളർ. ഇതിൽ മോഡൽ എന്ന് പറയുന്നത് സിംപ്ലി ഡാറ്റ ആൻഡ് ലോജിക് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ബിസിനസ് ലോജിക്കൊക്കെയും മോഡലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, ഇപ്പം നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ നമ്മളിതിൽ കാണുന്ന ഈ ഇൻ്റർഫേസുകൾ, ഇതെല്ലാം ഈ HTML എല്ലാം നമ്മൾ ഒരു വ്യൂവിൻ്റെ അകത്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് വ്യൂ, അതായത് പ്രസൻറ്റേഷൻ ലെയറാണത്, നമ്മൾ കാണുന്ന ഒരു ഭാഗം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഗ്ലൂ പോലെ വർക്ക് ചെയ്യുന്നതാണ് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാറവൽ 11ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പുതിയ PHP വെർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. 8.2 മുതൽ മുകളിലേക്ക് അതിനാവശ്യമുണ്ട്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ പഴയ PHP ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ദെൻ ഒരു വെബ് സെർവറാണ്. നമ്മൾ നോർമലി അപ്പാച്ചെ പോലുള്ളൊരു വെബ് സെർവർ യൂസ് ചെയ്യും. ദെൻ നമുക്കൊരു ഡാറ്റാബേസ്, നല്ലൊരു ഡാറ്റാബേസ് വേണം. അത് ഏത് വേണമെങ്കിലും ആവാം. MySQL ആവാം, SQLite ആവാം, അല്ലെങ്കിൽ PostgreSQL ആവാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് പാക്കേജസ് ആയിട്ട് ഇതെല്ലാം കൂടെ വരുന്ന പാക്കേജസ് കിട്ടും. അങ്ങനെ ഒത്തിരി പാക്കേജസ് ഉണ്ട്. വാംപ്, എക്സാംപ്, ദെൻ മാംപ്, ലാരഗൺ, ലാറവൽ ഹേർഡ്, അങ്ങനെ ഒരുപാട് ടൂൾസ് ഇതിന് അവൈലബിൾ ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സാമ്പാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ apachefriends.org എന്നുള്ള ഈ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അവിടെ പോകുന്നു, എക്സാമ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, നോർമൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി PHP ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ് ലാറവലിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. PHP അറിയണം. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ തന്നെ ഇത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമിൻ്റെ സൈറ്റിൽ വന്നിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പാച്ചെ MariaDB PHP. ഈ MariaDB എന്ന് പറയുന്നത് MySQLൻ്റെ ക്ലോണാണ്. നമുക്കൊരു കാര്യം കൂടെ ആവശ്യമുണ്ട്. നമുക്കൊരു ഡിപ്പെൻഡൻസി മാനേജറും കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ലാറവലിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ വന്നാൽ laravel.com എന്നുള്ളതാണ് അതിൻ്റെ വെബ്സൈറ്റ്. അവിടെ വന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ആക്ച്വലി ഈ ലാറവൽ പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വെബ്സൈറ്റ് ആണ്. ഇവിടെ വെർഷൻ കൊടുത്തിട്ടുണ്ട്, വെർഷൻ 11 ആണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള പല മാർഗ്ഗങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് അത് കമ്പോസർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കമാൻഡ് കാണാൻ പറ്റും, കമ്പോസർ ക്രിയേറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ ഈ കമ്പോസർ എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കമ്പോസർ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇവിടെ getcomposer.org എന്നുള്ളൊരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ പോയിട്ട് ഈ കമ്പോസർ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നോർമലി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ കമ്പോസർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കമ്പോസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കമ്പോസർ ഇൻസ്റ്റാൾഡ് ആയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ കമ്പോസർ ഇൻസ്റ്റാൾ ആയി, അതിൻ്റെ കമാൻഡ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ കമ്പോസർ ഇൻസ്റ്റാൾ ആയി. കമ്പോസർ എന്ന് പറയുന്നത് PHPയുടെ ഒരു ഡിപ്പെൻഡൻസി മാനേജറാണ്. അതായത് നമ്മൾ ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ലാറവലിന് ഒത്തിരി ലൈബ്രറീസിൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. ഈ ലൈബ്രറീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കമ്പോസർ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ലൈബ്രറി വേണം എന്നുള്ളത് അവരൊരു കോൺഫിഗറേഷൻ ഫയലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു composer.json ഫയലിൻ്റെ അകത്ത് ഏതൊക്കെ ഡിപ്പെൻഡൻസീസ് ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഡിപ്പെൻഡൻസീസ് 1 by 1 ആയിട്ട് ഈ കമ്പോസർ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്പോസിറ്ററി പോയി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധേടാവേണ്ട ആവശ്യമില്ല. ഇതാണ് കമ്പോസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോസർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇത് നമുക്ക് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് കമ്പോസർ ക്രിയേറ്റ് പ്രൊജക്റ്റ്. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാറവൽ. ഇത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ഈ ക്രിയേറ്റ് പ്രൊജക്റ്റ് ലാറവൽ എന്ന് പറയുമ്പോൾ ഈ ലാറവലിൻ്റെ റെപ്പോസിറ്ററി ലാറവൽ ഇത് ലാറവലിൻ്റെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ആണ്. ആ റെപ്പോസിറ്ററി പോയി ലാറവൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ പറയുന്ന പേരിൽ അതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിയുടെ അകത്ത് അത് ക്രിയേറ്റ് ചെയ്ത് തരും. PHP ഇൻസ്റ്റാൾ ചെയ്ത സ്ഥലത്താണ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പാക്കേജ് അനുസരിച്ച് വ്യത്യാസം വരും. വാംപ് ആണെങ്കിൽ അത് www എന്നുള്ള ഡയറക്ടറി ആയിരിക്കും. ഞാൻ എക്സാമ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് htdocs എന്നുള്ള ഡയറക്ടറി ഉണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ എൻ്റെ എക്സാമിൻ്റെ ഡയറക്ടറി ഇതാണ്. ദെൻ അതിൻ്റെ അകത്ത് htdocs എന്നുള്ള ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ആക്ച്വലി നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി വരും. അതുകൊണ്ട് നമ്മളായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ഈ കമ്പോസറിൻ്റെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ അകത്താണ് നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഡയറക്ടറി ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അഡ്രസ് ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ CMD എന്ന് കൊടുക്കുന്നു. CMD എന്ന് പറയുന്ന കമാൻഡ് പ്രോംപ്റ്റ് ഈ ഡയറക്ടറിയിൽ നിന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ആ ഡയറക്ടറിയിൽ വന്ന് റൺ ആവും. അപ്പോൾ എക്സാമ്പിൾ htdocsൽ നിന്ന് റൺ ചെയ്യും. ദെൻ
ഇനി നമുക്ക് ആ കമാൻഡ് ഇവിടെ കൊടുക്കാം. സോ ഇവിടെ പറയാണ് കമ്പോസർ ക്രിയേറ്റ് ഹൈഫൺ പ്രൊജക്റ്റ് ദെൻ Laravel ദെൻ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഞാൻ ട്വിറ്റർ എന്നാണ് അതിന് കൊടുക്കാൻ പോകുന്നത്. ദെൻ ഞാൻ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ ട്വിറ്റർ എന്നുള്ള ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് Laravel ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. വേർഷൻ 11.0.9 ആണ് ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വെർഷൻ. ഇവിടെ നോക്കിയാൽ ഒരുപാട് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണാം. അപ്പോൾ ഈ ജോലിയാണ് ഒരു ഡിപ്പെൻഡൻസി മാനേജർ എന്നുള്ള നിലയിൽ കമ്പോസർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമാൻഡ് കമ്പോസർ അപ്ഡേറ്റ് കൊടുത്തിട്ട് ഈ പാക്കേജസിനൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. നോഡിൽ NPM എന്നുള്ള പാക്കേജ് മാനേജർ ഉള്ള പോലെ. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നോക്കിയാൽ ഇവിടെ കുറേ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരുപാട് കമാൻഡ്സ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അവസാനം ഇവിടെ റണ്ണിങ് മൈഗ്രേഷൻസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഡയറക്ടറി അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതായത് ട്വിറ്റർ എന്നുള്ള പേരിൽ. സോ നമുക്ക് ആ ഡയറക്ടറിയിലേക്ക് പോവാം. CD ട്വിറ്റർ. ദെൻ ഇവിടെ നിന്ന് ഞാനൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. PHP ആർട്ടിസാൻ സെർവ്. ഈ Laravel ഒരു കമാൻഡ് ലൈൻ യൂട്ടിലിറ്റിയുമായിട്ടാണ് വരുന്നത്. അതാണ് ആർട്ടിസാൻ എന്ന് പറയുന്നത്. നമുക്ക് PHP ആർട്ടിസാൻ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് PHP ആർട്ടിസാൻ സെർവ്. ദെൻ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ URL ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ URL ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുന്നത്. ഇത് അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു വ്യൂ പേജാണ്. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും Laravelൻ്റെ വെർഷനും PHPയുടെ വെർഷനും താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാർഗ്ഗമാണ്. ഇത് കൂടാതെ നമുക്കിതിനെ ആക്സസ് ചെയ്യാനായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വിർച്വൽ ഹോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു IP അഡ്രസ്സ് കൊടുക്കുന്നതിന് പകരമായിട്ട് എനിക്ക് വേണമെങ്കിൽ twitter.test എന്ന് പറഞ്ഞിട്ടൊരു ലോക്കൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ലോക്കൽ ഡൊമൈൻ നെയിം. .test എന്ന് പറയുന്നത് ലോക്കൽ ഡൊമൈൻ നെയിമാണ്. അപ്പോൾ twitter.com എന്ന് പറയുമ്പോൾ അത് ലൈവ് ഡൊമൈൻ നെയിമാണ്. അതായത് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള, പബ്ലിക്കിനെ ആക്സസിബിൾ ആയിട്ടുള്ളതാണ്. twitter.test എന്ന് പറയുമ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ അകത്ത് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ URL ആണ്. അതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ലോക്കൽ URL ക്രിയേറ്റ് ചെയ്ത് ലോക്കൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് നടത്തുന്നതാണ് ഒരു നല്ല പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട് നമുക്ക് ഈ വിർച്വൽ ഹോസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വിർച്വൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി ഓപ്ഷണൽ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇത് കാണുക. അതല്ലാതെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പിന്നീട് പറയരുത്. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അതിന് നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ ഞാൻ വിൻഡോസിലാണ് നിൽക്കുന്നത്. വിൻഡോസിൻ്റെ ഹോസ്റ്റ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിനായിട്ട് നമുക്ക് വിൻഡോസിൻ്റെ ഒരു സിസ്റ്റം ഡയറക്ടറി നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്മിൻ പ്രിവിലേജോട് കൂടെ ആയിരിക്കണം, അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജോട് കൂടെ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ നോട്ട് പാഡ് എടുക്കുന്നു. നോട്ട് പാഡെന്ന് സെർച്ച് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുന്നു. നിങ്ങൾ ഓൾറെഡി അഡ്മിൻ മോഡിലാണ് ലോഗിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത് എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു. സോ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജോട് കൂടെ നോട്ട് പാഡ് റൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫയൽ എടുത്തിട്ട് ഓപ്പൺ കൊടുക്കുന്നു. നമുക്ക് വേണ്ടത് സിയിൽ വിൻഡോസിൽ system32 ഡയറക്ടറി തെറ്റിപ്പോകരുത്. സിയിൽ വിൻഡോസിൽ system32 അതിൻ്റെ അകത്ത് ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ട്. ഡ്രൈവേഴ്സിൻ്റെ അകത്ത് വീണ്ടും ETC എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആക്ച്വലി ഇത് empty ആണ്. കാരണം നമ്മളിവിടെ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്നാണ്. അതൊന്ന് മാറ്റിയിട്ട് ഓൾ ഫയൽസ് എന്നാക്കുക. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഹോസ്റ്റിൻ്റെ ഒരു ഫയൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് എൻ്റെ പല പ്രൊജക്ട്സിൻ്റെയും ലോക്കൽ ഹോസ്റ്റ് ഫയലുകൾ കിടപ്പുണ്ട്. ഇവിടെ വന്നിട്ട് ടൈപ്പ് ചെയ്യുകയാണ് 127.0.0.1 സ്പേസ് കൊടുത്തിട്ട് എന്ത് പേരാണ് നിങ്ങൾക്ക് വേണ്ടത്. നമുക്കിവിടെ twitter.test എന്നാണ് വേണ്ടത്. നിങ്ങളുടെ ലോക്കൽ ഡൊമൈൻ നെയിം കൊടുക്കുക, twitter.test. ദെൻ ഇത് സേവ് ചെയ്യുക. സോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ twitter.test എന്നുള്ള URL വരുമ്പോൾ, ഇങ്ങനെ ഒരു URL കിട്ടുമ്പോൾ അത് ഈ പർട്ടിക്കുലർ IP അഡ്രസ്സിലേക്ക് പോയിന്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി നമുക്ക് twitter.test എന്നുള്ള URL ഒന്ന് വിളിച്ചു നോക്കാം എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാം. റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ വെൽക്കം ടു PHP എന്നൊരു മെസ്സേജാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇതായിരിക്കത്തില്ല, നിങ്ങൾക്കൊരു ഡിഫോൾട്ട് പേജ് ആയിരിക്കും. കാരണം ഞാനിത് വേറൊരു ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഫയൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. htdocsൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് index.php എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അപ്പോൾ ഈ ഫയലിൻ്റെ കണ്ടൻറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഇത് മാറ്റിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ ഹലോ എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇവിടെ വന്നു. അതായത് twitter.test എന്ന് പറയുമ്പോൾ ഇനി അത് പോയിന്റ് ചെയ്യാൻ പോകുന്നത് htdocsലേക്കാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആക്ച്വലി ഈ htdocsലേക്ക് മാത്രം വന്നാൽ പോരാ, അതിൻ്റെ അകത്തുള്ള
നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ട്വിറ്റർ എന്നുള്ള ഡയറക്ടറിയിൽ വരണം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ലാർവൽ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് അതിൻ്റെ പബ്ലിക് ഡയറക്ടറിയിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ലാർവലിൻ്റെ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ, ഇൻസ്റ്റാൾ ചെയ്ത ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പബ്ലിക് എന്നുള്ളൊരു ഡയറക്ടറി കാണാം. അതിൻ്റെ അകത്തൊരു index.php ഫയലുണ്ട്. ആക്ച്വലി ഈ ഫയലാണ് ഇനീഷ്യലി വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്സസ് ചെയ്യാം. അതായത് ലോക്കൽ ഹോസ്റ്റ് / നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ട്വിറ്റർ എന്നാണ്. ഓക്കെ, ട്വിറ്ററിന് വെറുതെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡയറക്ടറിയെ കിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് പബ്ലിക് വേണം, കാരണം പബ്ലിക്കിൻ്റെ അകത്ത് ഇൻഡെക്സ് ഫയലാണ് ഫസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. സോ പബ്ലിക്. ഓക്കെ, ഇപ്പോഴും എനിക്ക് ആ സെയിം റിസൾട്ട് കിട്ടുകയാണ്, ആ സെയിം വെബ് പേജ് കിട്ടുകയാണ്. അപ്പോൾ ഇതിന് പകരം ഈ പബ്ലിക് ഡയറക്ടറി ഇങ്ങനെ കിട്ടുന്നതിന് പകരം കുറച്ചുകൂടെ മീനിങ് ആയിട്ട് Twitter.local അല്ല Twitter.test എന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പബ്ലിക് ഡയറക്ടറിയുടെ അകത്തേക്ക് ഇതിനെ പോയിന്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് അപ്പാച്ചയുടെ വിർച്വൽ ഹോസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് വിർച്വൽ ഹോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ പറയുന്ന ഡയറക്ടറിയുടെ അകത്തേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, ഞാനിപ്പോൾ എക്സാംപിൾ എന്നുള്ള ഡയറക്ടറിയിൽ വന്നു. നിങ്ങൾ വാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വാമ്പിൻ്റെ ഡയറക്ടറിയിൽ വരിക. അതിൻ്റെ അകത്ത് നമ്മുടെ അപ്പാച്ച ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഡയറക്ടറി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് അപ്പാച്ചെ എന്നുള്ള ഡയറക്ടറി ഉള്ളത്. ഓക്കെ, എക്സാമിൻ്റെ അകത്ത് അപ്പാച്ചെ എന്നുള്ള ഒരു ഡയറക്ടറി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റലേഷൻ വേറെ ഒരു ടൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ബിൻ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്തായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പാച്ചെ എവിടെയാണ് ഇൻസ്റ്റാൾ അയക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എക്സാമിൻ്റെ കേസിൽ ഇവിടെയാണ് അപ്പാച്ചെ ഇൻസ്റ്റാൾ അയക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഒത്തിരി ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് കോൺഫിഗറേഷൻ്റെ ഒരു ഫോൾഡർ ഉണ്ട്, CONF കോൺഫിഗ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എക്സ്ട്രാ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു. സോ ഇവിടെ HTTPD vHostess വിർച്വൽ ഹോസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്. ഈ ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ മുമ്പ് ചെയ്ത വിർച്വൽ ഹോസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതുപോലെ എത്ര വിർച്വൽ ഹോസ്റ്റുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പാകത്തിന് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം. സോ വിർച്വൽ ഹോസ്റ്റ്, ദെൻ ഇവിടെ IP, ഇത്രയും ഇതിൽ വ്യത്യാസമൊന്നുമില്ല. സെർവറിൻ്റെ പേര് ഇവിടെ വ്യത്യാസം വരും. church.local എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ചെയ്തതാണ്. ഇവിടെ ഇത് നമുക്ക് കൊടുക്കാം Twitter.test. ഇവിടെയും നമുക്ക് കൊടുക്കാം Twitter.test. ദെൻ ഡോക്യുമെൻ്റ് റൂട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ട്വിറ്റർ എന്നുള്ള ഫോൾഡറിലാണ് വേണ്ടത്. Twitter/public ഡയറക്ടറി Twitter/public എന്നാക്കാം. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ Twitter.test എന്നുള്ള പേരിൽ ഒരു URL കണ്ടു കഴിഞ്ഞാൽ അത് ഇനി ഇങ്ങോട്ട് പോയിന്റ് ചെയ്യുക. സിംപ്ലി അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഹോസ്റ്റിൻ്റെ അകത്ത് നമ്മൾ വിൻഡോസിൻ്റെ ഹോസ്റ്റിൽ സെറ്റ് ചെയ്തു. ആ ഹോസ്റ്റിൽ സെറ്റ് ചെയ്താൽ മാത്രമാണ് വിൻഡോസ് അതിനെ ഇങ്ങോട്ട് വിടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു URL കണ്ടാൽ വിൻഡോസ് അതിനെ ഈ അപ്പാച്ചയുടെ സൈഡിലേക്ക് വിടും. അപ്പാച്ച അതിനെ ഈ പറയുന്ന ഡയറക്ടറിയിലേക്ക് വിടും. ഇങ്ങനെയാണ് ആ ലോക്കൽ ഡൊമൈൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്ത ശേഷം അപ്പാച്ചെ സെർവർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഏത് വാമ്പാണെങ്കിൽ വാമ്പ് റൺ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഏത് ടൂൾ യൂസ് ചെയ്താലും അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ അപ്പാച്ചെ സ്റ്റോപ്പ് ചെയ്യുന്നു. ദെൻ ഒന്നുകൂടെ സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ പുതിയ ഈ ഒരു ഡൊമൈനും കൂടെ അതിനെ ആക്സസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്കിനി ഈ Twitter.test വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാനായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ Twitter.test എന്നുള്ള URL കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊജക്റ്റ് ഓപ്പൺ ആയി വന്നു. ഓക്കെ, സോ നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ പ്രൊജക്റ്റ് ഒരു ബ്രൗസറിൻ്റെ അകത്ത് സെർവ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഡയറക്ടറിയിൽ പോയിട്ട് നമുക്കതിനെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കോഡ് എഡിറ്റർ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ code.visualstudio.com പോകുന്നു. ദെൻ നിങ്ങളുടെ OS ഏതാണോ അതനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇത് ഓൾറെഡി മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയുന്നതാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദെൻ നമുക്ക് നമ്മുടെ ഡയറക്ടറി ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാം. ഞാൻ എൻ്റെ ട്വിറ്റർ എന്നുള്ള ഡയറക്ടറി ഓപ്പൺ ചെയ്തു. ദെൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡയറക്ടറിയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വിത്ത് കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ടറി നമ്മുടെ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ അകത്ത് ഓപ്പൺ ആവും. ഇനി അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത ശേഷം ഫയൽ എടുത്ത് ഓപ്പൺ ഫോൾഡർ കൊടുത്ത് നമ്മൾ പറയുന്ന ഈ പർട്ടിക്കുലർ ഫോൾഡർ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. സോ ഇവിടെ ഒരുപാട് ഫോൾഡേഴ്സും ഫയൽസും ഉണ്ട്. ഞാനതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നമുക്ക് ഓരോന്നും വഴിയെ പഠിച്ച് വരാം. ലാർവൽ എന്ന് പറയുന്നത് ഒരു MVC ഫ്രെയിംവർക്കാണ്. അപ്പോൾ അതിൽ 3 കാര്യങ്ങളുണ്ട്: മോഡൽ, വ്യൂ, കൺട്രോളർ. അപ്പോൾ അത് 3ഉം എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്ത് ആപ്പ് എന്നുള്ളൊരു ഡയറക്ടറി ഉണ്ട്. അതിൻ്റെ അകത്ത് വന്നാൽ HTTP എന്നുള്ളൊരു സബ് ഡയറക്ടറി ഉണ്ട്. ഇതിൻ്റെ അകത്ത് കൺട്രോളേഴ്സ്, ഇവിടെയാണ് നമ്മുടെ കൺട്രോളറുകൾ കിടക്കുന്നത്. മോഡൽ കിടക്കുന്നത് ആപ്പ് എന്നുള്ള ഡയറക്ടറിയുടെ അകത്ത് മോഡൽസ് എന്നുള്ള ഫോൾഡറിലാണ്.
ഇവിടെ നോക്കിയാൽ ഒരു യൂസർ ഡോട്ട് പി എച്ച് പി ഉണ്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ബൈ ഡിഫോൾട്ട് യൂസർ ഫീച്ചറുമായിട്ടാണ് ലാറവൽ വരുന്നത്. യൂസേഴ്സിന് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മളായിട്ട് ആദ്യമേ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ് യൂസർ ഡോട്ട് പി എച്ച് പി. വ്യൂ വരുന്നത് ആപ്പിന് പുറത്താണ്, റിസോഴ്സസ് എന്നുള്ള ഫോൾഡറിലാണ്. ഇവിടെ സി എസ് എസിന് ഒരു ഡയറക്ടറി ഉണ്ട്, ജെ എസിന് ഒരു ഡയറക്ടറി ഉണ്ട്, ദെൻ വ്യൂസിനൊരു ഫോൾഡർ ഉണ്ട്. ഈ ഫോൾഡറിൻ്റെ അകത്താണ് ആക്ച്വലി നമ്മുടെ വ്യൂസ് മുഴുവൻ കിടക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഒരു ഫയൽ കാണാം, വെൽക്കം ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി. ഇത് വെൽക്കം ഡോട്ട് പി എച്ച് പി അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, വെൽക്കം ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി ആണ്. ഓക്കെ, എന്താണ് ബ്ലേഡ് എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ബേസിക്കലി ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. മോഡലുണ്ട്, കൺട്രോളറുണ്ട്, വ്യൂ ഉണ്ട്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റൂട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനീഷ്യലി പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഈ റൂട്ടിൻ്റെ അകത്താണ്, റൂട്ടിൽ 2 ഫയലുണ്ട്. അതിൽ വെബ് ഡോട്ട് പി എച്ച് പി എന്നുള്ള ഫയലിൻ്റെ അകത്താണ് നമ്മൾ ഓരോ റൂട്ടുകൾ പ്ലേസ് ചെയ്യുന്നത്. ഈ റൂട്ടിൻ്റെ അകത്ത് കാണാൻ പറ്റും ഗെറ്റ്, ഇവിടെ ഒരു സ്ലാഷ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് റൂട്ട് എന്നാണ്. അതായത് നമ്മൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം സ്ലാഷ് എബൌട്ട്, സ്ലാഷ് കോൺടാക്റ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് റൂട്ടാണ് ഈ സ്ലാഷ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? റിട്ടേൺ വ്യൂ വെൽക്കം. ഓക്കെ, അപ്പോൾ ഈ വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇവിടെ ഇത് റൂട്ടാണ്, ഈ വെൽക്കം എന്ന് പറയുന്നതാണ് വ്യൂ. അതായത് നമ്മൾ പറഞ്ഞേക്കാണ് റിട്ടേൺ വ്യൂ വെൽക്കം. അപ്പോൾ വെൽക്കം എന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ ആയിരിക്കും ഉണ്ടാവുക? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, റിസോഴ്സസിൻ്റെ അകത്ത് വ്യൂസ് എന്നുള്ളൊരു ഫോൾഡർ. ഇവിടെ നോക്കിയാൽ വെൽക്കം ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഫയലാണ് ഈ വെൽക്കം എന്ന് പറയുമ്പം ഈ ലാർവൽ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ എന്ത് പേര് പറയുന്നോ ആ പേര് കൂട്ടത്തിൽ ബ്ലേഡ് ഡോട്ട് പി എച്ച് പി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്ന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ട, വെൽക്കം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞതുകൊണ്ട് അത് ലോഡായി. നമുക്ക് ഇതുപോലെ മറ്റൊരു റൂട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു കോപ്പി ചെയ്യുന്നു, ദെൻ സ്ലാഷിന് പകരം സ്ലാഷ് എബൌട്ട് എന്ന് കൊടുക്കുകയാണ്. ദെൻ വ്യൂ നമ്മൾ മാറ്റുന്നില്ല, സേവ് ചെയ്യുകയാണ്. ദെൻ ഇവിടെ നമുക്ക് വന്നിട്ട് സ്ലാഷ് എബൌട്ട് എന്ന് കൊടുത്തു നോക്കാം. ഇപ്പോഴും നമുക്ക് സെയിം പേജ് തന്നെ കിട്ടി. കാരണം എന്താണ്? നമ്മൾ എബൌട്ട് എന്നുള്ളൊരു റൂട്ട് പറഞ്ഞു, അവിടെ ലോഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? വെൽക്കം എന്നുള്ള വ്യൂ ആണ്. അതേസമയം ഞാൻ ഈ എബൌട്ടിന് പകരം കോൺടാക്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്ത് സംഭവിക്കും? ഇവിടെ ഒരു 404 നോട്ട് ഫൗണ്ട് എറർ പേജ് ആണ് വരുന്നത്. കാരണം എന്താണ്? അങ്ങനെ ഒരു റൂട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാത്തൊരു റൂട്ട് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വെൽക്കത്തിന് പകരമായിട്ട് ഇവിടെ പറയുകയാണ് എബൌട്ട്. ഇനി സേവ് ചെയ്തത് എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു എറർ പേജ് വരുവാണ്. സ്വാഭാവികമായിട്ടും എറർ വരും, കാരണം നമ്മൾ എബൌട്ട് എന്നുള്ളൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അത് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ലാർവലിൻ്റെ എറർ പേജ് എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എറർ പേജ് അതായിരുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്യൂ കറക്റ്റ് മനസ്സിലായി. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? വ്യൂസിൽ വന്നിട്ട് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ പറയാണ് എബൌട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി. എബൌട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പിയിൽ വന്നിട്ട് നമ്മൾ പറയാണ് h1 എബൌട്ട് പേജ്. ക്ലോസ് ചെയ്യുന്നു, സേവ് ചെയ്യാം. എബൌട്ട് പേജ് എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നു. ഇതൊരു ബ്ലേഡ് ഫയലാണ്. അപ്പോൾ ഒരു നോർമൽ ബ്ലേഡ് ഫയലും പി എച്ച് പി തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അപ്പം നമുക്ക് നോർമലി പി എച്ച് പി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പി എച്ച് പി എന്നുള്ളൊരു ടാഗിൻ്റെ അകത്താണ് നമ്മൾ കാര്യങ്ങൾ എഴുതുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഉദാഹരണത്തിന് നമുക്കൊരു വേരിയബിൾ വേണം, അതിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം എന്ന് കരുതുക. നമ്മൾ നോർമൽ പി എച്ച് പിയിൽ എന്ത് ചെയ്യും? നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കും. പ്രിൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്കൊരു h1 ടാഗിൻ്റെ അകത്താണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ h1 ടാഗ് കൊടുത്തിട്ട് $നെയിം എന്ന് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു h1 ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ഒരു പി എച്ച് പി സെക്ഷൻ ഓപ്പൺ ചെയ്ത് എക്കോ $നെയിം ഇങ്ങനെ കൊടുക്കണം. ഈ സെയിം കാര്യം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്ലേഡിൽ ചെയ്യാൻ പറ്റും. പി എച്ച് പി ബ്ലോക്ക് നമുക്കിങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പി എച്ച് പി എന്ന് എഴുതുന്നതിന് പരമായിട്ട് @PHP എന്ന് പറയണം. ഓക്കെ, ഇപ്പം എന്നുള്ള ഈ ഒരു ഇത് ക്യാരക്ടർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വരും. അതായത് നമുക്ക് ബ്ലേഡിൽ യൂസ് ചെയ്യാവുന്ന പലതരം ഹെൽപ്പറുകളാണിത്. അപ്പോൾ ഈ യൂസ് ചെയ്തിട്ട് നമ്മൾ നോർമലി PHP എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ @PHP എന്ന് ഉപയോഗിക്കും. ദെൻ ഈ ക്ലോസ് ചെയ്യുന്നതിന് പകരം @end PHP എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നതൊക്കെ PHP കോഡായിട്ട് വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ സെയിം കാര്യം തന്നെ $name equals into. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ലോക്കലായിട്ട് ഈ ഫയലിൻ്റെ അകത്ത് എന്തെങ്കിലും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇനി ഇതിനെ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഈ എക്കോ നെയിം ഇങ്ങനെ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. ഇത് റിഫ്രഷ് ചെയ്താൽ നമുക്ക് ആ പേര് ഇവിടെ കറക്റ്റായിട്ട് വന്നു. ഇനി ഇതിനെ നമ്മൾ ബ്ലേഡ് വെച്ച് എഴുതുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യാൻ 2 ബ്രാക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്താൽ അതിൻ്റെ അകത്തുള്ളത് ഒരു PHPയുടെ എക്സ്പ്രഷനായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ $നെയിം എന്ന് ഞാൻ പറഞ്ഞു. $നെയിം എന്ന് പറയുമ്പോൾ ഈ നെയിമിൻ്റെ വാല്യൂ ഇവിടെ റീപ്ലേസ്ഡ് ആവും. ഓക്കെ, ഇത് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്താലും സെയിം റിസൾട്ടായിരിക്കും കിട്ടുന്നത്.
ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത് വേരിയബിൾസ് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈസ്, അതിനുശേഷം എൻ്റെ പേര് വരണം, വീണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ പേര് വരണം, വീണ്ടും എനിക്കിങ്ങനെ കൊടുക്കാം. ഇത് കുറച്ചുകൂടെ റീഡബിൾ ആണ്. PHP കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ സ്ഥലത്തും വീണ്ടും നമ്മൾ അടുത്ത PHP ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് എക്കോ കൊടുത്ത് അപ്പോൾ റീഡ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. PHP നോർമൽ HTML കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണം. അതിന് ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ ബ്ലേഡിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എന്ത് എക്സ്പ്രഷനും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ് 5 + 5 + 6 എന്ന് പറയുകയാണ്. 16 എന്നുള്ള നമ്പർ വന്നു. ഞാൻ 2 സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻറ്റു ഡോട്ട് ഇട്ടിട്ട് രാജു. ഇനി റിഫ്രഷ് ചെയ്താൽ ഓക്കെ. ഇനി നമ്മൾ എബൌട്ടിൻ്റെ റൂട്ടിൽ വന്നിട്ട് എനിക്ക് ഈ എബൌട്ട് എന്നുള്ള പേജിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യണമെങ്കിൽ അത് പോസിബിൾ ആണ്. അതിനായിട്ട് ഈ വ്യൂവിൻ്റെ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്കൊരു അറേ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കോമ കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഒരു അറേ പറയുന്നു. ഇതിൻ്റെ അകത്ത് ഞാനൊരു കീയിൽ പറയുകയാണ് നെയിം, ദെൻ അവിടെ ഞാൻ പറയുകയാണ് ടിൻറ്റു, ദെൻ സേവ് ചെയ്യുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എബൌട്ട് എന്നുള്ള വ്യൂവിൻ്റെ അകത്തേക്ക് ഈ അറയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കീയിലുള്ള കാര്യങ്ങളും, അതായത് ഇപ്പോൾ നെയിം ഒരു കീ ആണ്, ഇത് നമുക്കിവിടെ ഒരു വേരിയബിളായിട്ട് ആക്സസ് ചെയ്യാം. അതായത് ഞാനിവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ട. ഇനി നമുക്കിവിടെ പറയാം 2 ബ്രാക്കറ്റ് എടുത്തിട്ട് പറയുന്നു നെയിം. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ടിൻറ്റു എന്നുള്ള പേര് ഇവിടെ വന്നു. ആക്ച്വലി അത് പാസ്സാവുന്ന എവിടെ നിന്നാണ്, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ $നെയിം എന്നുള്ളൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെ ഒരു വേരിയബിൾ തനിയെ ക്രിയേറ്റ് ആവുകയാണ്. നമ്മളിവിടെ എന്ത് പേര് പറയുന്നു ആ പേരിലൊരു വേരിയബിൾ ഈ സ്കോപ്പിൽ നമുക്ക് കിട്ടുകയാണ്. ഒരു വാല്യൂ കൂടെ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ലൊക്കേഷൻ കൊച്ചിൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇത് വേറൊരു വേരിയബിളായിട്ട് എനിക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് മൈ ലൊക്കേഷൻ ഈസ് എന്ന് പറഞ്ഞ് $ലൊക്കേഷൻ എന്ന് കൊടുത്താൽ മതി. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. ഒരുപാട് ഫീച്ചേഴ്സ് ബ്ലേഡിൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് പതിയെ മുന്നോട്ട് പോകും തോറും ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. സോ നമുക്ക് തൽക്കാലം ഇതിവിടെ നിന്ന് കളയാം. ദെൻ വ്യൂ പഴയ പോലെ ആക്കി വയ്ക്കുന്നു. നമ്മൾ ജസ്റ്റ് ആ ഒരു ഐഡിയ പറയാൻ വേണ്ടി മാത്രമാണ്. നമുക്കിനി അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് നോക്കാനുള്ളതാണ്. കാരണം നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് വാല്യൂ എടുത്തിട്ട് അതിനൊരു വ്യൂവിൽ കൊടുത്തിട്ട് അതിൽ ഡിസ്പ്ലേ ചെയ്തൊക്കെ കാണിക്കാനുള്ളതാണ്. ആ സമയം വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു കോൺടാക്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്യാം. വ്യൂസിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, contact.blade.php. ദെൻ അത് കോൺടാക്റ്റ് പേജ് എന്നാക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹോം പേജിലെ കണ്ടൻറ്റും ക്ലിയർ ചെയ്ത് കളയാം. അവിടെയും ഇത് കൊടുക്കാം. അവിടെ പറയാം ഹോം പേജ്. സോ നമ്മൾ 3 പേജ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇനി അടുത്ത പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എബൌട്ട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യണം. നോർമലി അങ്ങനെയല്ല നമ്മൾ വെബ്സൈറ്റ്സിൽ കൊടുക്കുന്നത്, അല്ലേ? അതിനൊരു മെനു ഉണ്ടാവും. അപ്പോൾ ഒരു മെനു നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഹോം പേജ് എടുക്കുകയാണ്, അതായത് welcome.blade.php. ഇതിന് മുകളിലായിട്ട് നമ്മളൊരു UL ലിസ്റ്റ് പറയുകയാണ്. അതിൻ്റെ അകത്ത് LI ഒരു എലമെൻറ്റ് പറയുകയാണ് ahref ഈക്വൽസ്. നമുക്ക് പോകേണ്ടത് ഹോം പേജിലേക്കുള്ള ലിങ്കാണ്. സോ അതിന് നമ്മൾ ഹോം എന്ന് കൊടുക്കുന്നു, LI ടാഗ് ക്ലോസ് ചെയ്യുന്നു. അതിന് 3 കോപ്പി എടുക്കുന്നു. ദെൻ നമുക്ക് എബൌട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൽ /about എന്നുള്ള പേജിലേക്ക് പോകും. ദെൻ കോൺടാക്റ്റ്, അത് /contact എന്നുള്ള പേജിലേക്ക് പോകും. ദെൻ ഈ UL നമുക്ക് ക്ലോസ് ചെയ്യാം. ആ 3 ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൽ എബൌട്ട് പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ട് പേജിലേക്ക് പോയി. പക്ഷേ ഇവിടെ ആ മെനു ഇല്ല. വീണ്ടും പഴയ പേജിലേക്ക് പോയിട്ട് വേണം കോൺടാക്റ്റ് ക്ലിക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെനു എല്ലാ പേജിൻ്റെ അകത്തും കൊണ്ടുപോയി ഇടേണ്ടതായിട്ടുണ്ട്. സോ ഈ സെയിം മെനു തന്നെ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് കോൺടാക്റ്റിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ദെൻ എബൌട്ടിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നു, ദെൻ അത് സേവ് ചെയ്യുന്നു. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജിൻ്റെ അകത്തും ആക്ച്വലി മെനു ഉണ്ട്. പക്ഷേ ഇതൊരു നല്ല പ്രാക്ടീസ് അല്ല. കാരണം എന്താണ്, ഇതിലേക്ക് ഒരു പുതിയ മെനു എനിക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് യൂസേഴ്സ് എന്നുള്ളൊരു മെനു ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പേജിൽ പോയിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് യൂസേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിൽ യൂസേഴ്സ് വന്നു. പക്ഷേ വേറൊരു പേജിൽ പോയാൽ അത് അവിടെ ഇല്ല. കാരണം ഇത് ഓരോ പേജിലും പോയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, നമുക്ക് ഇതിനെ ഒരു കമ്പോണൻ്റ് ആക്കി മാറ്റാം. ഇതിൻ്റെ കമ്പോണൻ്റ് ആക്കി മാറ്റിയിട്ട് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റിസോഴ്സിലെ വ്യൂസിൻ്റെ അകത്ത് നമുക്ക് കമ്പോണൻസിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഫോൾഡർ കൊടുക്കുന്നു. നമുക്കതിന് കമ്പോണൻസ് എന്ന് പേര് കൊടുക്കാം, കമ്പോണൻസ്. ഓക്കെ, ഈ കമ്പോണൻറ്റിൻ്റെ അകത്ത് നമുക്ക് ഇതൊരു നാവിഗേഷൻ മെനു ആയതുകൊണ്ട് ഇതിന് nav എന്നുള്ളൊരു പേര് കൊടുക്കാം ഈ കമ്പോണൻറ്റിന്. സോ nav.blade.php. ദെൻ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ മെനു,
ഈ ഒരു മെനു നമുക്ക് ഈ nav.blade.phpൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി ഇടാം. ദെൻ ഞാൻ ഈ മെനു ഈ ബാക്കിയുള്ള 2 പേജുകളിൽ നിന്ന് കളയുകയാണ്. സോ ഇപ്പോൾ nav.blade.php ഇതിൻ്റെ അകത്താണ് നമ്മുടെ ലിങ്ക്സ് ഉള്ളത്. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഓരോ പേജിൻ്റെ അകത്ത് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും? അതായത് നമുക്ക് ഓരോ പേജിൻ്റെ അകത്തും ഈ നാവിഗേഷൻ മെനു വരണം. ഇപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു അവിടെ നിന്ന് പോയി. അപ്പോൾ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ നാവ് മെനുവിൻ്റെ ഈ ഒരു കമ്പോണൻറ്റിനെ ഈ ഓരോ പേജുകളിൽ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ എബൌട്ട് പേജ് ഓപ്പൺ ചെയ്തു. ദെൻ അതിൻ്റെ മുകളിൽ ഇവിടെയാണ് ആ നൗ കമ്പോണൻറ്റ് വന്ന് ലോഡ് ആവേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു കസ്റ്റം ടാഗ് നമുക്ക് എഴുതാം. അതായത് നമ്മൾ നോർമലി ഒരു HTML ടാഗ് എഴുതുന്ന പോലെ X- ദെൻ എന്താണോ ആ കമ്പോണൻറ്റ് അതിൻ്റെ പേര്, നമ്മളതിനെ നാവ് എന്നാണ് പേര് കൊടുത്തേക്കുന്നത്, ആ പേര് കൊടുക്കുന്നു. ദെൻ അത് ക്ലോസ് ചെയ്യുന്നു /X-nav. സോ ഇതിവിടെ കാണുന്ന സമയത്ത് ആക്ച്വലി ഈ കമ്പോണൻറ്റ് വന്ന് ഇവിടെ ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്ത് എല്ലാ പേജിൻ്റെയും മുകളിൽ കൊടുക്കാം. ഓക്കെ, ദെൻ സേവ് ചെയ്തിട്ട് നോക്കാം. എല്ലാ പേജിൻ്റെയും മുകളിൽ കൃത്യമായിട്ട് ആ മെനു വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ കമ്പോണൻറ്റ് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുതിയൊരു മെനു വന്നാൽ അതിവിടെ ഇതിപ്പോൾ ഇതിൽ യൂസേഴ്സ് മെനു നമുക്ക് വേണ്ട, നമ്മളിത് കളയുവാണ്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ പേജിലും റിഫ്ലക്റ്റ് ആയി. ഇതാണ് കമ്പോണൻസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബേസിക്കലി ഒരു വെബ്സൈറ്റ്, ഒരു വെബ് ആപ്ലിക്കേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളെല്ലാ പേജിലും ഈ സ്ട്രക്ചർ കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നോർമലി ഒരു വെബ്സൈറ്റിന് ഒരു ജനറലായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ ഒരു വെബ്സൈറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ മുകളിൽ കാണുന്ന ഒരു സെക്ഷൻ, അപ്പോൾ നമ്മളത് ഓരോ പേജിലേക്കും പിന്നെയും കൊണ്ടുപോയിട്ട് ഈവൻ കമ്പോണൻ്റ് ആക്കിയാൽ പോലും ഓരോ പേജിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആക്ച്വലി ആ ചേഞ്ച് ആവുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം മാത്രം നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണ്, ഇതിൻ്റെ മുകളിലത്തെ ഹെഡർ മാറുന്നുണ്ടാവില്ല, ലെഫ്റ്റ് സൈഡിലൊരു മെനു ഉണ്ടാവും, ചിലപ്പം അത് മാറുന്നുണ്ടാവില്ല, ഫൂട്ടർ മാറുന്നുണ്ടാവില്ല, ഈ നടുവെയുള്ള ഈ കണ്ടൻറ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ മാറുന്നത്. അപ്പോൾ ആ കണ്ടൻറ്റ് മാത്രം ആണ് മാറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്യേണ്ട. അപ്പോൾ അതാണ് ബേസിക്കലി ലേഔട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പോണൻസ് ഡയറക്ടറിയുടെ അകത്ത് ലേഔട്ടിന് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ കമ്പോണൻസിൻ്റെ C ക്യാപ്സ് ആണ്, അത് ഞാൻ ടൈപ്പ് ചെയ്ത് പോയപ്പോൾ അങ്ങനെയാണ് എഴുതിയത്. ഇത് വിൻഡോസ് ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്, ചിലപ്പോൾ വേറെ OSൽ വർക്ക് ചെയ്യണമെന്നില്ല. ഈ കേസ് സെൻസിറ്റിവിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പം നിങ്ങൾ ലോവർ കേസിൽ തന്നെ എഴുതുക അത്. ഓക്കെ, നമുക്കത് ലോവർ കേസ് ആക്കാം. സോ ഇവിടെ നമുക്ക് ലേഔട്ടിനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. layout.blade.php. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ, അതായത് ആ വെബ് പേജിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ബേസിക് വെബ് പേജ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിനൊരു ടൈറ്റിൽ കൊടുക്കുന്നു, ട്വിറ്റർ എന്ന് കൊടുക്കുന്നു. ദെൻ ഇതിൻ്റെ അകത്താണ് നമുക്ക് ആക്ച്വലി ഈ നാവിഗേഷൻ പറയേണ്ടത്. അതായത് ആദ്യം എന്താണ് വേണ്ടത്, നമുക്ക് ഈ മെനു ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് X-nav/X-nav. ഓക്കെ, ഇപ്പോൾ ഒരു ലേഔട്ട് റെഡിയാണ്. ഇനി ലേഔട്ടിൽ ആക്ച്വലി എന്താണ് നമ്മുടെ കണ്ടൻറ്റ് എവിടെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ കണ്ടൻറ്റ് എങ്ങനെയാണ് നമുക്ക് ഈ ലേഔട്ടിൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുക? അത് ആക്ച്വലി ഒരു വേരിയബിളിൻ്റെ അകത്താണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ആ വേരിയബിളിൻ്റെ പേര് സ്ലോട്ട് എന്നാണ്, $slot. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ലേഔട്ട് ഏത് പേജിൻ്റെ അകത്താണോ യൂസ് ആവണേ ആ പേജിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കും ഇവിടെ വന്ന് ഈ സ്ലോട്ട് എന്ന് പറയുന്ന സ്പേസിൽ ലോഡ് ആവുന്നത്. നമ്മൾ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഈ ലേഔട്ട് ഒരു പേജിന് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കണം അല്ലേ. അതായത് ഈ വെൽക്കം എന്നുള്ളൊരു പേജ്, ഈ പേജ് ആ പർട്ടിക്കുലർ ലേഔട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എങ്ങനെ പറയും. അപ്പം ഞാൻ ഈ പേജിൻ്റെ അകത്തുള്ള ഈ ബാക്കി നാവിഗേഷൻ്റെ കാര്യങ്ങളൊക്കെ കളയുന്നു. സോ നമ്മളിവിടെ പറയുകയാണ്, ഒരു ടാഗ് പറയുകയാണ് X-layout, ദെൻ അത് ക്ലോസ് ചെയ്യുന്നു /X-layout. ഇതിൻ്റെ അകത്താണ് നമ്മൾ ആക്ച്വലി ഈ പേജിൻ്റെ കണ്ടൻറ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പേജിൻ്റെ കണ്ടൻറ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണ്. ദെൻ ഞാൻ റിഫ്രഷ് ചെയ്താൽ എനിക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടുകയാണ്. സോ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്, നമ്മളൊരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു, ആ ലേഔട്ടിൻ്റെ അകത്താണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഈ ഹോം പേജിൻ്റെ കണ്ടൻറ്റ് വന്ന് ഡിസ്പ്ലേ ആയത്. ഇപ്പോൾ ഈ കോഡ് ശ്രദ്ധിച്ചാൽ അറിയാം, ആക്ച്വലി ഈ പേജിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കി ഇതിൻ്റെ മുകളിൽ വരുന്ന മെനു എന്താണ്, ഇതിൻ്റെ ബാക്കി ലേഔട്ട് എന്താണ്, അതൊന്നും ഈ പേജിൽ നമ്മൾ പറയുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നെയിമിംഗ് കൺവെൻഷനാണ്. ഇവിടെ X-layout എന്ന് ഇതിന് ഉപയോഗിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്, അത് നമുക്ക് ഈ കമ്പോണൻസ് എന്നുള്ള ഫോൾഡറിൽ ലേഔട്ട് എന്നുള്ള പേരിൽ ഇത് കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, കമ്പോണൻസിൽ layout.blade.php എന്ന് കൊടുത്തുകൊണ്ടാണ് നമുക്ക്
എക്സ് ഹൈഫൺ ലേഔട്ട് എന്ന് ഉപയോഗിക്കാൻ പറ്റിയത്. അതേസമയം ഇവിടെ നാവ് ബാർ നമ്മൾ ഉപയോഗിച്ച സമയത്ത് നമുക്ക് എക്സ് ഹൈഫൺ നാവ് എന്ന് ഉപയോഗിക്കാൻ പറ്റിയത് ഈ കമ്പോണൻസിൻ്റെ അകത്ത് നാവ് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ പേര് കൃത്യമായിട്ടുണ്ട്. എക്സ് ഹൈഫൺ നമ്മൾ എന്ത് പേരാണോ കമ്പോണൻറ്റിന് കൊടുത്തത് അത് അനുസരിച്ച് ഇത് ആക്സസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കമ്പോണൻ്റ് ആണ്. ഈ നാവിഗേഷൻ്റെ ഇതും ഒരു കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ലേഔട്ടും ഒരു കമ്പോണൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഏക വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലേഔട്ടിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഈ സ്ലോട്ട് എന്നുള്ള ഈ കണ്ടൻ്റ് ആണ്. ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് നമ്മൾ ഈ ലേഔട്ടിൻ്റെ ഈ എക്സ് ലേഔട്ട് എന്നുള്ള ടാഗിൻ്റെ അകത്ത് കൊടുത്ത ഈ കണ്ടൻറ്റ്, ഈ HTML കണ്ടൻറ്റ് അത് അങ്ങനെ തന്നെ ഈ പ്ലേസിൽ വന്ന് റീപ്ലേസ് ആവും. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ ഹോം പേജിന് കൊടുത്തു. ഇനി നമുക്ക് ഇത് എബൌട്ട് പേജിന് കൊടുക്കാം. സോ ഈ സെയിം കാര്യം തന്നെ കോപ്പി ചെയ്യുന്നു, എബൌട്ട് പേജിൽ വരുന്നു, ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഇത് നമ്മൾ എബൌട്ട് പേജ് ആക്കുന്നു. അത് തന്നെ കോൺടാക്റ്റ് പേജിന് നമ്മൾ കൊടുക്കുന്നു. സോ ഇത് കോൺടാക്റ്റ് പേജ് ആക്കുന്നു. ദെൻ നമുക്ക് നോക്കാം, എബൌട്ട് പേജിൽ പോയി, കോൺടാക്റ്റ് പേജിൽ പോയി. ഓക്കെ, സോ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഇതിൽ മുകളിൽ കർസർ വെച്ചാൽ അത് അറിയാൻ പറ്റും അത് ഏത് ഫയലാണെന്നുള്ളത്. കാരണം ഇവിടെ ലേഔട്ട് ഡോട്ട് ബ്ലേഡ് ഡോട്ട് പി എച്ച് പി ഫയലാണ്. സോ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് അത് പ്ലേസ്ഡ് ആവുന്നതെന്ന് കാണാൻ പറ്റും. സോ നമുക്കിപ്പോൾ ഒരു ബേസിക് ലേഔട്ട് ഉണ്ട്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ നല്ലൊരു UI ആക്കി മാറ്റാം. സോ അതിനായിട്ട് നമുക്ക് ടെയിൽവിൻഡ് CSS യൂസ് ചെയ്യാം. നമ്മൾ ഇതിൽ ടെയിൽവിൻഡ് CSSൻ്റെ കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്ന കമ്പോണൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അത് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. സോ അതിനായിട്ട് ടെയിൽവിൻഡിൻ്റെ ഫ്രീ ആയിട്ടുള്ള കമ്പോണൻസ് വരുന്ന സൈറ്റുകൾ ഒരുപാടുണ്ട്. ഒരു സൈറ്റ് ഈ tailwindcomponents.com ആണ്, മറ്റൊന്ന് ഈ tailwindui.com. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഫ്രീ ആയിട്ടുള്ള കമ്പോണൻസും പെയ്ഡ് ആയിട്ടുള്ള കമ്പോണൻസും ഉണ്ട്. നമ്മൾ ഈ tailwindui.com എടുത്തിട്ട് അതിൽ കമ്പോണൻസ് ബ്രൗസ് കമ്പോണൻസ് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല. ഫ്രീ ആയിട്ടുള്ളതിൽ നമുക്ക് വേണ്ട ഒരു ലേഔട്ടിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നു, സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഉണ്ടോ ഇവിടെ ഗെറ്റ് ദ കോഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലിങ്ക് കൊടുത്താൽ അതിൻ്റെ അർത്ഥം അത് പെയ്ഡ് ആണെന്നാണ്. ഓക്കെ, അത് നമുക്ക് വേണ്ട. ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ഇത് ഫ്രീ ആണ്. ഓക്കെ, നമുക്കിതിൻ്റെ കോഡ് എടുക്കാം. ഓക്കെ, കോഡ് സെക്ഷനിൽ വരുന്നു. അപ്പോൾ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെംപ്ലേറ്റിൽ ചെറിയ മാറ്റം വരുത്തണം. അതായത് നമ്മുടെ HTML-ലും ബോഡിയിലും ഒക്കെ ഈ പറയുന്ന ക്ലാസ്സുകൾ ഇട്ട് കൊടുക്കണമെന്നാണ്. ഓക്കെ, അത് നമുക്ക് ആഡ് ചെയ്യാം. അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലേഔട്ടിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ലേഔട്ടിൽ വന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബോഡി സെക്ഷൻ്റെ അകത്ത് ഇത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ ഇത് പേസ്റ്റ് ചെയ്തു. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈലൊന്നും ഇവിടെ അപ്ലൈ ആയിട്ടില്ല. സോ ഇത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടെയിൽവിൻഡിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. സ്ക്രിപ്റ്റ് src = https cdn.tailwindcss.com. സോ നമ്മൾ റിഫ്രഷ് ചെയ്തപ്പോൾ നമ്മളിവിടെ കണ്ട സെയിം ടെംപ്ലേറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്തേക്കുന്ന ലിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് തൽക്കാലം ഈ നാവും ഈ സ്ലോട്ട് കൊടുത്തിരിക്കുന്ന ഇത് രണ്ടും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവർ കൊടുത്തിരിക്കുന്ന ഈ മെനു, ഈ ഡിഫോൾട്ട് മെനു മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ കൊടുത്ത മെനു ഐറ്റംസ് വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് എവിടെയാണെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കണം. സോ ഈ ഡാഷ്ബോർഡ് ടീം പ്രൊജക്ട്സിനൊക്കെയുള്ള ആ കീവേഡ് വെച്ച് സെർച്ച് ചെയ്താൽ നമുക്കത് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ പേജിൽ ഇവിടെയാണ് മെനു ഐറ്റംസ് കിടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഡാഷ്ബോർഡ്, അതാണ് ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഹൈലൈറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കളയാം. അത് കളഞ്ഞു. നമ്മൾ റിഫ്രഷ് ചെയ്തിട്ടും അത് മാറിയിട്ടില്ല. നമുക്ക് വീണ്ടും സെർച്ച് ചെയ്ത് നോക്കാം. റെസ്പോൺസീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പല സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കളഞ്ഞത് മൊബൈൽ വ്യൂവിൻ്റെ അകത്തുള്ളതായിരിക്കാം. ഇത് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, മൊബൈൽ വ്യൂവിൻ്റെ അകത്തുള്ളതാണ് നമ്മൾ എടുത്ത് കളഞ്ഞത്, ഡാഷ്ബോർഡ് ടീം എന്നുള്ളത്. നോക്കിയാൽ അറിയാം രണ്ട് രീതിയിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നോർമൽ വ്യൂവിൽ ഇങ്ങനെയാണ്, മൊബൈൽ വ്യൂവിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് 2 സ്ഥലത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്ലേസ് ഇതാണ്. അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ 2 കീപ്പ് ചെയ്ത് ബാക്കി കളയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ നാവിഗേഷൻ മെനു ഒന്ന് ലോഡ് ആവേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മെനു മാറ്റിയിട്ട് തൽക്കാലം നമ്മുടെ മെനു കൊടുക്കാം. /ഹോമിന് വേണ്ടിയിട്ടുള്ളത് എബൌട്ട് പേജ്, ദെൻ കോൺടാക്റ്റ് പേജ്. ഇവിടെ ഇതിൻ്റെ പേര് മാറ്റുന്നു, ഹോം, എബൌട്ട്, കോൺടാക്റ്റ്. അടുത്ത പ്ലേസിൽ വന്ന് അവിടെയും നമ്മൾ മാറ്റുകയാണ്. /എബൌട്ട് /കോൺടാക്റ്റ്, ദെൻ ഇത് ഹോം എന്നാക്കുന്നു, ഇത് എബൌട്ട് എന്നാക്കുന്നു, ഇത് കോൺടാക്റ്റ് എന്നാക്കുന്നു. സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഹോം, എബൌട്ട്, കോൺടാക്റ്റ്
ഇനി നമുക്കിതിനൊരു കമ്പോണൻ്റ് ആക്കി റീപ്ലേസ് ചെയ്ത് നോക്കാം. ഞാനിത് മൂന്നും ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ദെൻ നമ്മുടെ നാവിഗേഷൻ്റെ അകത്ത് ഇത് കൊണ്ടുപോയി ഇടുകയാണ്. ഓക്കെ, ദെൻ ഈ ലിങ്കിൻ്റെ സ്പേസിൽ നമ്മൾ പറയുകയാണ് x-nav. അപ്പോൾ ആ കമ്പോണൻറ്റ് ഇവിടെ വന്ന് ലോഡാവും. ഇനി നമുക്കിതിൽ ഒരു മെനു കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇതിനൊരു കോപ്പി എടുത്തിട്ട് ന്യൂസ് എന്ന് പറഞ്ഞൊരു മെനു കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ കൊടുക്കുന്നു ന്യൂസ്. സേവ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. നോക്കിയാൽ അത് മൊബൈൽ മെനുവിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട. കാരണം ഈ ടെംപ്ലേറ്റിൽ അവർ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം കണ്ടന്റ് തന്നെ 2 പ്രാവശ്യം അവർ എഴുതിയിട്ടുണ്ട്. ഇത് ഡെസ്ക്ടോപ്പിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഡിവ്, മൊബൈൽ വ്യൂവിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് ഡിവ്. അപ്പോൾ മൊബൈൽ വ്യൂവിൻ്റെ സെറ്റിലാണ് നമ്മളിപ്പോൾ ഈ XNav കൊടുത്തത്. ഡെസ്ക്ടോപ്പ് വ്യൂവിലും ഇതേ XNav കൊടുക്കണം. വീണ്ടും നമ്മൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ദെൻ അത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ നമ്മൾ XNav എന്ന് കൊടുക്കുന്നു. ഇത് സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വ്യൂവിൻ്റെ അകത്തും വലിയ വ്യൂവിൻ്റെ അകത്തും അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. അഡ്മിൻ എന്നൊരു മെനു ആഡ് ചെയ്യുകയാണ്. ഇവിടുന്ന് അഡ്മിൻ എന്നുള്ള പേര് കൊടുക്കുന്നു. ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു ഇവിടെ വന്നു. മൊബൈൽ വ്യൂവിലും വരും, ഡെസ്ക്ടോപ്പ് വ്യൂവിലും വരും. സോ ഇനി നമ്മൾ ഈ പേജ് മാറുമ്പോൾ ഇപ്പോൾ ആക്ച്വലി സെയിം കണ്ടൻറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കണ്ടൻറ്റ് ഇവിടെ ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ലേഔട്ടിൽ വരുന്നു. ഈ ലേഔട്ടിൽ എവിടെയാണ് കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ട സ്ഥലം എന്ന് കണ്ടുപിടിച്ച് അവിടെ നമ്മൾ കണ്ടൻറ്റ് ആഡ് ചെയ്യണം. നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യുവർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കണ്ടൻറ്റ് വരേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഇപ്പോൾ ഞാനൊരു H2 ടാഗിൽ പറയാണ് ദിസ് ഈസ് മൈ കണ്ടൻറ്റ്. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടൻറ്റ് വരുന്ന സ്പേസ് ഇതാണ്. സോ നമ്മൾ നേരത്തെ കണ്ടു ഇവിടെ കണ്ടൻറ്റ് വരാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, സ്ലോട്ട് എന്നുള്ള ഒരു വേരിയബിൾ ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ 2 ബ്രാക്കറ്റ് ഇട്ട് അതിനകത്ത് സ്ലോട്ട് എന്ന് എഴുതുന്നു. സോ ഇപ്പോൾ സംഭവിക്കുന്ന ഈ ലേഔട്ടിൽ ഈ പെർട്ടിക്കുലർ പ്ലേസിൽ ഏത് പേജിലാണോ ഈ ലേഔട്ട് ഉപയോഗിക്കുന്നത് ആ പേജിൻ്റെ കണ്ടൻറ്റ് ഇവിടെ വന്ന് ലോഡാവും. നമ്മളിത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് പേജിൻ്റെ ഈ മുകളിലത്തെ മെനു നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന കോൺടാക്ട് പേജിലാണ്. എബൌട്ട് എടുത്തു കഴിഞ്ഞാൽ എബൌട്ട് പേജിൻ്റെ കണ്ടൻറ്റ് വന്നു. ഇതിൽ ആദ്യം സ്റ്റൈല് വന്നിട്ടില്ല എന്ന് കാണാൻ പറ്റും. അതായത് ഈ പേജ് റീലോഡ് ആയി കഴിഞ്ഞ ശേഷമാണ് സ്റ്റൈൽ വരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന ഏറ്റവും അവസാനമാണ്. ഈ കണ്ടൻറ്റ് എല്ലാം ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ എഫക്ട്സ്, ഈ സ്റ്റൈലുകളൊക്കെ ഇതിൽ അപ്ലൈ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് അതിന് മുകളിൽ എഴുതണം. എങ്കിൽ മാത്രമാണ് സ്ക്രിപ്റ്റ് നേരത്തെ റെഡി ആയിട്ടിരിക്കത്തുള്ളൂ. സോ നമ്മൾ സ്ക്രിപ്റ്റ് മുകളിൽ എഴുതുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ എബൌട്ട് പേജിൽ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. ആ സ്റ്റൈൽ ലോഡ് ആവുന്നത് നമ്മൾ അറിയുന്നില്ല. കറക്റ്റായിട്ട് അത് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടേ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പേജ് അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. സോ ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന മെനു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നാവ് ബാറിൻ്റെ ആ പേജ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആക്ച്വലി വേണ്ട എന്താണ്, ഇപ്പോൾ ഹോം പേജിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് മെനു അത് ആക്റ്റീവായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പം എബൌട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പേജ് ആക്റ്റീവായിട്ട് നിൽക്കണം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്, ഇപ്പോൾ ഏത് പേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലാറവലിൻ്റെ വ്യൂവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് റിക്വസ്റ്റ് ആണ്. അതായത് റിക്വസ്റ്റ് എന്നുള്ളൊരു മെത്തേഡ് വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഈസ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ഒരു റൂട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതായത് റിക്വസ്റ്റ് ഈസ് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുന്ന ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും. നമ്മൾ ഹോം പേജിൽ നിന്നിട്ടാണ് റിക്വസ്റ്റ് ഈസ് സ്ലാഷ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഫാൾസ്. അതുപോലെ ഇപ്പോൾ എബൌട്ടിൻ്റെ കേസിലാണെങ്കിൽ റിക്വസ്റ്റ് ഈസ് സ്ലാഷ് കൊടുക്കണമെന്നില്ല, എബൌട്ട് എന്ന് കൊടുത്താൽ മതി. റിക്വസ്റ്റ് ഈസ് എബൌട്ട് ആണെന്നുണ്ടെങ്കിൽ, എബൌട്ട് പേജിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ആ എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തിട്ട് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ BG Grey 900 ആണ് കിടക്കുന്നത് ആക്റ്റീവായിട്ടുള്ളതിന്. അപ്പോൾ നമുക്ക് ഇത് വെറുതെ BG Grey 900 ഇതിന് കൊടുക്കണ്ട. അത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രം ആ ക്ലാസ് കൊടുത്താൽ മതി. ഈ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് പറയുകയാണ് റിക്വസ്റ്റ് ഫങ്ഷൻ. ഓക്കെ, ദെൻ പറയുകയാണ് ഈസ് റിക്വസ്റ്റ് സ്ലാഷ്, അതായത് ഹോം പേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു കണ്ടീഷണൽ ഓപ്പറേറ്റർ പറയുകയാണ്. സോ റിക്വസ്റ്റ് ഈസ് ഇതൊരു ബൂളിയൻ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇത്ര എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് കിട്ടും. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് പറയുകയാണ് ഇത് ട്രൂ ആണെങ്കിൽ എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ എന്ത് ടെക്സ്റ്റ് വേണം. നമ്മൾ പറയുകയാണ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ BG Grey 900. അല്ല എന്നുണ്ടെങ്കിൽ ഈ BG Grey 900 വേണ്ട, നമ്മൾ empty പറയുകയാണ്. എന്നിട്ട് നമുക്ക് ഈ BG Grey 900 കളയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹോം പേജിലാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ അകത്തേക്ക് BG Grey 900 ഇത് ടെയിൽമിൻറ്റിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് BG. ഇത് അതിൻ്റെ കളർ ഏതാണെന്നുള്ളത്, ദെൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തോരം ഉണ്ടെന്നുള്ളതാണ്. ഇതേ
കണ്ടൻറ്റ് തന്നെ നമുക്ക് കോപ്പി ചെയ്യാം. ദെൻ ഓരോ ക്ലാസ്സിൻ്റെ മുൻപിൽ അത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഇവിടെ ഒരു സ്പേസ് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇത് ചേർന്ന ഒറ്റ ക്ലാസ്സായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് സ്പേസ് കൊടുക്കുക. സോ ഇത് എല്ലായിടത്തും കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കളയാം, നമുക്ക് ഇല്ലാത്ത പേജുകളാണ്. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹോം പേജ് ആണെങ്കിൽ ഇത് സംഭവിക്കണം. ഇനി ഇവിടെ എന്താണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ ഹോം പേജ് അല്ല, ഇത് എബൌട്ട് പേജാണ്. അപ്പോൾ എബൌട്ട് പേജിൻ്റെ അവിടെ നമ്മൾ എബൌട്ട് എന്ന് ടെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ കോൺടാക്റ്റ് എന്ന് കൊടുത്തിട്ട് പറയുകയാണ് എന്താണ്, കോൺടാക്ട് പേജിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ആവണം. ഇപ്പോൾ നമ്മൾ ഹോം പേജിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് ഹൈലൈറ്റ് അയക്കുന്നത് കാണാൻ പറ്റും. എബൌട്ടിൽ വരുമ്പം എബൌട്ട് ഹൈലൈറ്റ് ആയി, കോൺടാക്റ്റിൽ വരുന്നു കോൺടാക്ട് പേജ് ഹൈലൈറ്റ് ആയി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ 3 ലിങ്കുകൾ ഇവിടെ പ്ലേസ് ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി ഭൂരിഭാഗം ക്ലാസ്സുകൾ സെയിം ആണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മൾ നൗ ബാർ എന്തിനാണ് കമ്പോണൻ്റ് ആക്കിയത്? ഓരോ പേജിലും നൗ ബാർ കൊണ്ടുപോയി ഇടാൻ, ഈ 3 ലിങ്കുകൾ ഓരോ പേജിലും കൊണ്ടുപോയി ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അതിനൊരു കമ്പോണൻ്റ് ആക്കിയിട്ട് കമ്പോണൻറ്റിനെ റെഫർ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഓരോ ലിങ്കിലും കുറേ കാര്യങ്ങൾ കോമൺ ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ എനിക്ക് വേറൊരു കമ്പോണൻ്റ് ആക്കാം. ഓക്കെ, ഞാൻ ഈ നാവിനൊരു കമ്പോണൻ്റ് ആക്കിയതുപോലെ തന്നെ ഈ ഓരോ ആങ്കറിനെ ഒരു കമ്പോണൻ്റ് ആക്കിയിട്ട് ഈ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ പാസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ nav.blade.php ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ നാവിഗേഷൻ്റെ അകത്തുള്ള ലിങ്കുകൾ ഒരു കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, nav-link.blade.php. സോ നമ്മൾ ഇനി ഇതല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, ഇത് ഞാൻ കമൻറ്റ് ചെയ്യുകയാണ്. ദെൻ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് x-nav link. ഓക്കെ, അത് ഓപ്പൺ ചെയ്യുന്നു, അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല. കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് ഒന്നുമില്ല. ഇനി ഞാൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നത് ഈ x-nav link എന്നുള്ളതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്താണ്, ഇതിൻ്റെ പേരാണ് അല്ലേ. അതായത് ഫസ്റ്റ് ലിങ്കിൽ ഹോം എന്നായിരിക്കും പേര്, സെക്കൻഡ് ലിങ്കിൽ എബൌട്ട് എന്നായിരിക്കും പേര്, തേർഡ് ലിങ്കിൽ കോൺടാക്റ്റ് എന്നായിരിക്കും പേര്. സോ ഈ ഇൻഫർമേഷൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആങ്കർ ടാഗ് എഴുതാം, href ഒന്നും കൊടുക്കുന്നില്ല /a. ഇനി ആ കണ്ടൻറ്റ് എവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ് ഹോം എബൌട്ട് എന്നൊക്കെയുള്ള കണ്ടൻറ്റ് വരേണ്ടത്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്, സ്ലോട്ട് എന്നുള്ള വേരിയബിൾ പ്രിൻറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ പറയുന്നത് $slot. സോ എന്ത് സംഭവിക്കും? ഇനി ഇത് ഓരോ കമ്പോണൻ്റ് ആണ്. ഓക്കെ, സോ ഈ കമ്പോണൻറ്റിനെ ഇവിടെ കോൾ ചെയ്യുമ്പം ഈ ഹോം ആണ് പാസ്സാവുന്നത്, അതിവിടെ പ്രിൻറ്റ് ചെയ്യും. ഇവിടെ അത് എബൌട്ടാണ്, ഇവിടെ അത് കോൺടാക്റ്റ് ആണ്. ഇവിടെ റിഫ്രഷ് ചെയ്താൽ ആക്ച്വലി ഹോം എബൌട്ട് കോൺടാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല, കാരണം അത് ബ്ലാക്ക് കളർ ടെക്സ്റ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളിതിൽ സ്റ്റൈലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൈൽ ആഡ് ചെയ്യണം. ഓക്കെ, ആ സ്റ്റൈലുകളെല്ലാം ഇവിടെ ക്ലാസ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലാസ് പറയുകയാണ്, ക്ലാസ് ഈക്വൽസ് ഫസ്റ്റത്തെ എലമെൻറ്റിൻ്റെ സ്റ്റൈൽ നോക്കിയാൽ അത് ഓൾറെഡി ആക്റ്റീവായിട്ടിരിക്കുന്നതുകൊണ്ട് അതിൽ ഈ കർസർ വെക്കുമ്പോൾ ഹോവർ ചെയ്യുമ്പോൾ എഫക്റ്റ് ഒന്നുമില്ല. അതെല്ലാം ഉള്ളത് മൂന്നാമത്തെ എലമെൻറ്റിലാണ്. ഫുള്ളായിട്ട് കോപ്പി ചെയ്തെടുക്കുന്നു. ദെൻ അത് ഇവിടുത്തെ ക്ലാസ്സിൽ പറയുന്നു. ദെൻ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹോവർ ചെയ്യുന്ന കാര്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ലിങ്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. നമുക്കിവിടെ /about എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ആ വരുന്ന കണ്ടൻറ്റ് അനുസരിച്ച് ഈ ലിങ്ക് മാറിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലിങ്ക് ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യണം. ഹോം ആണെങ്കിൽ href എന്ന് പറയുന്ന /ആണ്, എബൌട്ട് ആണെങ്കിൽ href എന്ന് പറയുന്നത് /about ആണ്, കോൺടാക്റ്റ് ആണെങ്കിൽ നമുക്ക് hrefൽ വേണ്ടത് /contact ആണ്. പക്ഷേ ഇത് ഇങ്ങനെ href കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ കിട്ടില്ല. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യും? സോ അതിനാണ് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റിയാക്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കമ്പോണൻസിൻ്റെ ഒരു ഐഡിയ പോലെയാണ് ഇതും ശരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു ടാഗ്, ഈ ടാഗിൻ്റെ ഒപ്പം ഉള്ള ഈ ഓരോ എലമെൻസിനെയും ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിനെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ലോട്ടിനെ ആക്സസ് ചെയ്ത പോലെ $attributes എന്നുള്ള ഈ ഒരു വേരിയബിളിൽ ഇതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ ആങ്കർ ടാഗ്, ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇതിലേക്ക് ആഡ് ആവണം. അപ്പോൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണ് $attributes. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെ ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ഞാൻ വേറൊരു ആട്രിബ്യൂട്ട് പാസ് ചെയ്യുകയാണ്, ഇപ്പം ID = കോൺടാക്റ്റ്, ഈ ആട്രിബ്യൂട്ട് ഇവിടെ കിട്ടും. അങ്ങനെ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് നമുക്കിവിടെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടോ അത് മുഴുവനും ഈ വേരിയബിളിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുകയാണ് ആട്രിബ്യൂട്ട്സ് ഇവിടെ ആഡ് ആവാൻ പറയുകയാണ്. അപ്പോൾ ഇത് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇത് ആങ്കർ ടാഗ് വരും, ഈ ക്ലാസ്സുകൾ വരും, ദെൻ $attributes എന്നുള്ള ഈ സ്ഥാനത്ത് എന്ത് വരും?
ഇവിടെ നിന്ന് നമ്മൾ ഈ HRF ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈ കണ്ടൻറ്റ് മുഴുവനായിട്ട് ഇവിടെ വരും. അതായത് ഇത് ഇങ്ങനെയായിട്ട് മാറും. ഇനി രണ്ടാമത്തെ കമ്പോണൻറ്റ് ലോഡ് ചെയ്യുമ്പോഴോ ഈ സെയിം സ്ഥാനത്ത് ഈ ആട്രിബ്യൂട്ട്സ് എന്നുള്ള എന്തായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ആട്രിബ്യൂട്ട് കൊടുത്താലും ഇപ്പറേ ആഡ് ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ID കൂടെ ഉണ്ടായിരുന്നു കരുതുക. ഓക്കെ, സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫുൾ ആട്രിബ്യൂട്ട്സ് ഇതും ഈ ഡോളർ ആട്രിബ്യൂട്ട്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വരും. സോ അങ്ങനെ നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് അതനുസരിച്ച് ഈ കമ്പോണൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോൾ ID ആവശ്യമില്ല, നമ്മളത് കളയുന്നു. ഇത് സേവ് ചെയ്യാണ്. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിലും ലിങ്ക് കറക്റ്റാണ്. ഹോം പേജിലേക്ക്, എബൌട്ട്, കോൺടാക്റ്റ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഫർദർ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എനിക്ക് ഈ ലിങ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണം. നേരത്തെ ആയിരുന്നെങ്കിൽ എന്താണ്, ഞാൻ ഈ ആങ്കറിൽ പോയി മാറ്റണം, ഈ ആങ്കറിൽ മാറ്റണം, ഇതിൽ മാറ്റണം. ഇനി എനിക്കൊരു 10-20 മെനു ഇനി ഫ്യൂച്ചറിൽ വരികയാണെന്ന് കരുതുക, അതിലൊക്കെ പോയി ഞാൻ മാറ്റണം. അതിന് പകരമായിട്ട് ഞാനിനി ഈ ഒരൊറ്റ സ്ഥലത്ത് പോയി മാറ്റിയാൽ മതി. കാരണം എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ കളറ് വേറൊരു കളറാക്കണം, എനിക്ക് റെഡ് കളറാക്കണം എന്ന് കരുതുക. അപ്പോൾ എനിക്ക് റെഡ് 300 ആക്കണമെങ്കിൽ ഇവിടെ പോയി റെഡ് 300 ആക്കി ഇവിടെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇതെല്ലാം റെഡ് 300 ആയി. നേരത്തെ കേസിൽ ഞാൻ ഓരോ ആങ്കറിലും പോയി അത് മാറ്റണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തുമാത്രം കമ്പോണൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നോ അത്രയും നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒരു സ്ഥലത്ത് പോയി മാറ്റിയാൽ മതി. അതേസമയം നമ്മൾ അതിൻ്റെ കോപ്പി പല സ്ഥലത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്തും പോയി മാറ്റണം. അതാണ് ബേസിക്കലി ഈ കമ്പോണൻസിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. അതിപ്പോൾ റിയാക്റ്റിലാണെങ്കിലും നമ്മൾ ലാറവലിൻ്റെ കേസിലാണെങ്കിലും. ഇനി ഇതിൻ്റെ അകത്ത് വേറെ വലിയൊരു പ്രശ്നമുണ്ട്. ഓരോ പേജിലും കറക്റ്റായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ഹൈലൈറ്റ് ചെയ്യുന്നത് കറക്റ്റല്ല. ഹൈലൈറ്റ് ചെയ്യാനുള്ള കാര്യം നമ്മൾ എഴുതിയിട്ടില്ല ഇതിൻ്റെ അകത്ത്. സോ ഒരു മെനു ആക്റ്റീവ് ആണെന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ ആക്ച്വലി ഈ നാവ് പേജിൻ്റെ അകത്തുനിന്നും നാവ് ലിങ്ക് പേജിൻ്റെ അകത്തേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആക്റ്റീവ് എന്നുള്ളൊരു പ്രോപ്പർട്ടി പറയാം. ഞാൻ പറയുകയാണ് ആക്റ്റീവ് ഈക്വൽസ് ദെൻ ഈ സെയിം കാര്യം നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അതായത് റിക്വസ്റ്റ് ഈ സ്ലാഷ് ആണോ എന്നുള്ള ഈ ഒരു കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. സോ പറയാണ് ആക്റ്റീവ് ഈക്വൽസ് കോഡ്സിൻ്റെ അകത്ത് പറയാണ്. ഇപ്പോൾ ഇവിടെ ഡബിൾ കോഡ്സ് ആണ്, ഇവിടെയും ഡബിൾ കോഡ്സ് ആണ്. അത് മാറ്റി നമുക്ക് സിംഗിൾ കോഡ് ആക്കാം. സിംഗിൾ കോഡ്സ് കൊടുക്കുന്നു. ഇനി ഇത് തന്നെ നമുക്ക് കോപ്പി ചെയ്ത് താഴെ ഇടാം. ഓക്കെ, അപ്പോൾ ഹോം ആണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, എബൌട്ട് ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും, അതുപോലെ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഈ ആക്റ്റീവ് എന്നുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ ഈ നാവ് ലിങ്കിലേക്ക് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ബൂളിയൻ വാല്യൂ ആണ്, അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളൊരു വാല്യൂ ആണ്. പക്ഷേ ഇവിടെ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും പോകാൻ പോകുന്നത്. നമുക്ക് അങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമുക്ക് ഇതിന് മുൻപായിട്ട് ഒരു കോളൻ സിമ്പൽ കൊടുക്കാം. കോളൻ സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു PHPയുടെ എക്സ്പ്രഷനായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ 2 ബ്രാക്കറ്റും കളയാം. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് ഈ ഹോം പേജ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ആവും. ഓക്കെ, ഈ സെയിം കാര്യം തന്നെ നമുക്ക് താഴെയും ചെയ്യാം. ഈ 2 ബ്രാക്കറ്റ് കളയുന്നു, ഇവിടെയും നമ്മളത് കളയുന്നു. ഓക്കെ, ദെൻ ഇവിടെ കോളൻ ആക്റ്റീവ് എന്ന് കൊടുക്കുന്നു. ഇനി അത് നമുക്ക് ഈ നാവ് ലിങ്കിൻ്റെ അകത്ത് ആക്സസ് ചെയ്യണം. ഇവിടെ നമുക്കറിയാം ഓൾറെഡി നമ്മളിങ്ങനെ ആട്രിബ്യൂട്ട്സ് റിസീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു നോർമൽ ആട്രിബ്യൂട്ട് ആയിട്ടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ട ഈ വാല്യൂ ഇവിടെ എടുത്തിട്ട് അതിനനുസരിച്ച് ഈ ക്ലാസ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ആക്റ്റീവ് ക്ലാസ് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിനായിട്ട് നമ്മൾ ഈ പാസ് ചെയ്തിരിക്കുന്നത് ആട്രിബ്യൂട്ട് അല്ല, ഒരു പ്രോപ്പർട്ടി ആണെന്ന് നമുക്കിതിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മളൊരു കാര്യം പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഈ ആട്രിബ്യൂട്ട്സിൻ്റെ അകത്ത് വരില്ല. ഓക്കെ, അപ്പോൾ അത് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിവിടെ അറ്റ് എന്നുള്ള സിമ്പിൾ കൊടുക്കുന്നു. ലാറവലിൻ്റെ അകത്ത് ബ്ലേഡിൽ ഹെൽപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ അറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഹെൽപ്പേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഹെൽപ്പർ എന്ന് പറയുന്നത് പ്രോപ്സ് എന്നുള്ള ഹെൽപ്പർ. അപ്പോൾ പ്രോപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു അറയാണ്. ഈ അറയിൽ ഏത് എലമെൻ്റാണ് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് റിസീവ് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഈ ആക്റ്റീവ് എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് ആക്റ്റീവ്. നമുക്ക് വേണമെങ്കിൽ അതൊരു ഡിഫോൾട്ട് വാല്യൂ പറയാം. ഞാൻ പറയുകയാണ് ഫോൾസ്. അതായത് ബൈ ഡിഫോൾട്ട് ആക്റ്റീവ് എന്നുള്ള വാല്യൂ ഫാൾസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ ആക്റ്റീവ് എന്നുള്ളത് ഒരു വേരിയബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ $സ്ലോട്ട് $ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ആക്റ്റീവ് എന്നുള്ളത് ഒരു വേരിയബിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏത് പേരാണോ പാസ് ചെയ്യുന്നത് അതിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനാക്റ്റീവ് ആയിരുന്നു എന്ന് കരുതുക ഇതിൻ്റെ പേര്. അങ്ങനെയാണെങ്കിൽ ഈ വേരിയബിളിൻ്റെ ആക്സസ് ചെയ്യുന്നത് $ഇനാക്റ്റീവ് എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ എന്ത് പേരിലാണോ ഇവിടെ പാസ് ചെയ്യുന്നത് ആ പേര് നമുക്കിവിടെ ഒരു വേരിയബിളായിട്ട് ഉപയോഗിക്കാം.
പക്ഷേ അത് ഈ പ്രോപ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്യണമെന്ന് മാത്രം. പ്രോപ്സിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് അതിനൊരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ആട്രിബ്യൂട്ടിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുന്നത്. അത് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാമെന്നല്ലാതെ അതുകൊണ്ട് വേറെ യൂസ് ഒന്നുമില്ല. വാല്യൂ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്സ് ആയിട്ട് പറയണം. അതിനെ നമുക്ക് വേരിയബിളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുകയാണ്, ബ്രാക്കറ്റ് കൊടുക്കുന്നു, $active. സോ ആക്റ്റീവ് ട്രൂ ആണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുകയാണ് BG ഗ്രേ 900. ഇനി ട്രൂ അല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ empty ആയിരിക്കും. നമുക്ക് സേവ് ചെയ്തൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എബൌട്ടിൽ പോയി, അപ്പോൾ കണ്ടൻറ്റ് വന്നു, എബൌട്ട് ഹൈലൈറ്റ് ആയി. കോൺടാക്റ്റിൽ പോയി, അപ്പോൾ കോൺടാക്ട് പേജ് ഹൈലൈറ്റ് ആയി. അപ്പോൾ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഈ പറയുന്ന നാവ് ലിങ്കിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റണം എന്നുണ്ടെങ്കിൽ, വേറൊരു രീതിയിലാക്കണം, അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും കാര്യം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ എലമെൻറ്റിലും പോയി മാറ്റണ്ട, അത് ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ കമ്പോണൻ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റീയൂസിബിലിറ്റിയാണ് ഇതിൻ്റെ കീവേഡ് എന്ന് പറയുന്നത്. മാക്സിമം ഒരു കമ്പോണൻറ്റ് വീണ്ടും എഴുതാതെ റീയൂസ് ചെയ്യാൻ പറ്റുക, അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഏതാണ്ട് 1 ഹവറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് ബാക്കി ഭാഗങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എത്ര വീഡിയോ ട്യൂട്ടോറിയൽസ് കണ്ടാലും നമ്മൾ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാനിവിടെ 1-2 ചെറിയ എക്സാമ്പിൾസ് ആയിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടരുത്. നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ laravel.com പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി നിങ്ങളുടെ സൈഡിൽ നിന്നൊരു എഫേർട്ടും കൂടി എടുത്ത് നിങ്ങൾ പഠിക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കണ്ടുമുട്ടാം. ദിസ് ഇസ് ടിൻറ്റു സൈനിങ് ഓഫ്.